ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോളിസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം. സ്നിക്കേഴ്സ് കേക്കാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മൾ സ്നിക്കേഴ്സ് ഒന്നും ഉപയോഗിക്കാതാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. സ്നിക്കേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ സ്നിക്കേഴ്സിൻ്റെ അതേ ടേസ്റ്റിലുള്ളൊരു കേക്ക് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിൽ കുറച്ച് മാഷ്മെല്ലോസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 സ്പൂണ് പീനട്ട് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ബീറ്റർ വെച്ചിട്ടോ അല്ലെ വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് കാരമൽ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂണ് മാത്രം. അപ്പോൾ അതും മിക്സ് ചെയ്തൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചോക്ലേറ്റ് കേക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 4 ലെയറായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കേക്കിനായിട്ട് എടുത്തിട്ടുള്ള മാഷ്മെല്ലോസും പീനട്ട് ബട്ടറൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് അത് പോയി കാണാം കേട്ടോ. അപ്പം ഞാൻ ഈ കേക്ക് ബോർഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്രീം തേച്ചിട്ട് ഗനാഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പം കുറച്ച് കേക്ക് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗനാഷ് തേച്ച് കൊടുത്ത് അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാഷ്മെല്ലോസിൻ്റെയും പീനട്ട് ബട്ടറിൻ്റെയും മിക്സ് വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കാരമൽ സോസും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും അതേപോലെ തന്നെ നമുക്ക് എല്ലാ ലെയറും ഒന്ന് ചെയ്തെടുക്കാം. ഗനാഷ് വെക്കുക, അതിൻ്റെ മുകളിൽ നമ്മളെ പീനട്ട് ബട്ടറിൻ്റെയും മാഷ്മെല്ലോസിൻ്റെയും മിക്സ് വെക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് കാരമൽ സോസ് വെച്ച് കൊടുക്കുക. പിന്നെ ഓരോ കേക്ക് ലെയറും വെച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പീനട്ടിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ശേഷം ഒന്ന് ഗനാശി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇനി ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പീനട്ടിൻ്റെയും മാഷ്മെല്ലോസിൻ്റെയും മിക്സിലേക്ക് കുറച്ചുകൂടി മാഷ്മെല്ലോസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കാരമൽ സോസും അതിലേക്ക് കുറച്ച് ഗനാഷും റെഡിയാക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗനാഷ് റെഡിയാക്കി എടുക്കുമ്പം 1 കപ്പ് ചോക്ലേറ്റിന് 1/2 കപ്പ് ക്രീം എന്നുള്ള ലെവലിൽ വേണം നമ്മൾ ഗനാഷ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മളെ കേക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കുന്നത്. ശരിക്കും സ്നിക്കേഴ്സിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പോൾ കുറച്ചുകൂടി പീനട്ട് ബട്ടർ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ള കേക്കൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഈ ക്രീമൊന്ന് നന്നായിട്ട് അതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നല്ല സ്റ്റിഫ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം ആ വിപ്പിംഗ് ക്രീം ഒന്നും ചെയ്തെടുക്കുന്ന ആ ഒരു ഇതിൽ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ ഈ ഒരു ക്രീം. അപ്പം കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ക്രീം ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ക്രീം തേച്ച് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഗനാഷ് മാത്രം ഉപയോഗിച്ചിട്ട് ഈ ഒരു ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. ഗനാഷിൽ ഈ പീനട്ട് ബട്ടർ മാഷ്മെല്ലോസൊക്കെ ചേർത്ത് ഐസിങ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു കേക്കിന് കിട്ടുക. ശരിക്കും ആ സ്നിക്കേഴ്സ് കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടോ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ കമൻറ്റിൽ. അപ്പോൾ അത് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫിനിഷാക്കി എടുക്കുക കേട്ടോ. വേണമെങ്കിൽ തിക്കായിട്ടുണ്ടെങ്കിൽ ഐസിങ് പാലറ്റ് നൈഫ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് അതിൻ്റെ മുകളിലൂടെ വലിച്ചു കൊടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും കേക്ക്. അതിന് ശേഷം ഞാനിപ്പോൾ സ്പ്രിങ്കിൾസ് വെച്ചിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഐഡിയക്ക് വെച്ചിട്ട് ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ അതിൻ്റെ കേക്കിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിലൊന്ന് ഡ്രിപ്പ് എഫക്റ്റും കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നമ്മൾ ഈ കേക്കിലേക്ക് യൂസ് ചെയ്യുന്ന മാഷ്മെല്ലോസും പീനട്ട് ബട്ടറൊക്കെ നമുക്ക് ഇപ്പോൾ കടയിലൊക്കെ അവൈലബിൾ ആണ്. മാഷ്മെല്ലോസും കുറേയൊക്കെ അധികം ബേക്കറിയിലൊക്കെ കിട്ടാനുണ്ട്. ഇനി അഥവാ നമുക്ക് അതൊക്കെ നല്ല റേറ്റ് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കാണേണ്ടവരൊന്ന് പോയി കാണുക, എന്നിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അത് റെയിൻബോ കേക്കിൻ്റെ വീഡിയോ ആണ് അടുത്തതായിട്ട് ചെയ്യുന്നത് കേട്ടോ. അത് കാണണം എന്നുള്ളവർ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ ലഭിക്കും. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.